BJP-ക്കെതിരെയാണല്ലോ ഈ പ്രധാനമായിട്ട് ഈ ആരോപണം വരുന്നത്. അതായത് കിറ്റ് കൊടുത്ത് വോട്ട് മേടിക്കുക, പൂരം കലക്കി വോട്ട് വാങ്ങിക്കുക, പുറത്തു നിന്നുള്ള വോട്ട് ചേർത്തിട്ട് വോട്ട് കൂട്ടുക. അതെ, അങ്ങനെ പല പല ആരോപണങ്ങൾ പല തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ന്യൂസ് മലയാളം തന്നെ തൃശ്ശൂരിൽ വോട്ട് ചേർത്തതിനെ പറ്റിയിട്ട് അത് ഈ പറഞ്ഞ പോലെ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സമയത്താണ് അതുണ്ടായത്. അത് അന്ന് വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. പിന്നൊരു ഘട്ടം കഴിയുമ്പോൾ ആ ചർച്ചകൾ അവിടെ അങ്ങ് നിൽക്കും. പക്ഷെ ചർച്ചകൾ അവിടെ അവസാനിച്ചാലും ഈ പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പിന്നെ 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഫ്രീബീസ് കൊടുത്ത് ആളുകളെ വലയിലാക്കുക. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന വോട്ട് കാണിച്ചിട്ട് ഇതാ ഇവിടെ ഞങ്ങൾ മെയിനാണ്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കുക എന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ അപ്പൊ അവരാരാണ് ചോദ്യം ചെയ്യുന്ന ഇത്ര വില കുറച്ചിട്ടാണോ അപ്പൊ ഇവര് ജനാധിപത്യ പ്രക്രിയ കാണുന്നത് തന്നെ അങ്ങനെയാണ് എന്നുള്ളൊരു സംശയം വരുന്നുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ്. അവിടെ ആളുകൾ എങ്ങനെയായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്? അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും വിലയിരുത്തി, നേതാക്കളെ വിലയിരുത്തി, അവരുടെ ഇതൊക്കെ അവരുടെ നയങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വിലയിരുത്തി കൊടുക്കേണ്ട വോട്ടുകളാണ്. അല്ല, അതിനവർ ശരിക്കും യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും അവരുടെ അവസ്ഥയല്ലേ ചൂഷണം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സൗജന്യങ്ങൾ കൊടുത്തിട്ട് ഒരു പിന്നെ വിലക്കെടുക്കാനുള്ളതല്ലോ മനുഷ്യന്റെ പൗരാവകാശം എന്ന് പറയുന്നത്. അങ്ങനെ വിലക്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. അല്ല, അങ്ങനെ അവർ വിചാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ആരോപണം, പിന്നെ ഇതിലിപ്പോ ഒരു വിഷയം കൂടി എന്താന്ന് വെച്ചാലേ, ഈ ആരോപണങ്ങൾ ഇപ്പം കിറ്റ് കൊടുത്തോ പൈസ കൊടുത്തോ ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവർക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ട് വോട്ട് നേടാൻ പറ്റാത്തത് കൊണ്ടാണോ ഇവർ ഇങ്ങനെ ഫ്രീബീസുകൾ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരില്ലേ? അതെ, അല്ല അത് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും വികസനവും ജനക്ഷേമവും ഒക്കെ മുൻനിർത്തിയാണല്ലോ വോട്ട് അഭ്യർത്ഥിക്കേണ്ടതും ആളുകളോട് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്. അങ്ങനെ 2 വോട്ട് കിട്ടിയാൽ ആ വോട്ടിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആളുകൾ ചോദിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞാൽ മനുഷ്യൻ്റെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അവരുടെ സാഹചര്യങ്ങളെയൊക്കെ മുതലെടുത്ത് അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അതൊരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലല്ലോ അത്. മറ്റാരുണ്ട് LDF അല്ലാതെ?